കുന്നത്തൂരിൽ ചാരായ നിരോധന കമ്മിറ്റി യോഗം ചേർന്നു. എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. സംയുക്ത വാഹന പരിശോധന ശക്തമാക്കാൻ യോഗം നിർദ്ദേശം നൽകി. എക്സൈസ് വകുപ്പ്, പോലീസ്, RTO, റവന്യൂ വകുപ്പുകളുമായി ചേർന്ന എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളും സംയുക്ത വാഹന പരിശോധനകളും ശക്തമാക്കാൻ കോവൂർ കുഞ്ഞുമോൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന കുന്നത്തൂർ നിയോജകമണ്ഡലം ചാരായ നിരോധന കമ്മിറ്റി തീരുമാനിച്ചു. അടുത്ത മീറ്റിംഗിൽ അതിന്റെ റിസൾട്ട് പറയണം. നമുക്ക് ഈ അഷ്ടകട നിർത്തലാക്കാൻ നമുക്ക് ഈ കമ്മിറ്റിക്ക് അധികാരമില്ല. അതാണ് അവിടെ കൂടുതൽ ശക്തമായ റെയ്ഡ് നടത്താൻ നമുക്ക് തീരുമാനമുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് തുടരെ അത്തരം കടകളിൽ പോകണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് നിർദ്ദേശിക്കാറുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റിക്കും നിങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റി അവർക്ക് എടുപ്പിക്കാം. ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ നമ്മുടെ പടിഞ്ഞാറേക്കയുടെ കാര്യം അത് ഞാനിവിടെ വിളിച്ചു പറയാം. താലൂക്കിൽ പ്രവർത്തിക്കുന്ന അരിഷ്ടക്കടകൾ, ബാർ ഹോട്ടലുകൾ, കള്ളുഷാപ്പുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ലൈസൻസ് സ്ഥാപനങ്ങളിൽ കർശനമായ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി. സാമ്പിളുകൾ ശേഖരിച്ച് രാസപരിശോധനയ്ക്ക് സാമ്പിളുകൾ അയക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഏൽപ്പിച്ചേക്കുന്ന 200 രൂപ ഫൈൻ ഈടാക്കുന്ന സെക്ഷൻ ഉണ്ട്. പിന്നെ പോലീസ് ബൾക്ക് ക്വാണ്ടിറ്റി ആണെങ്കിൽ അവർ പോലീസ് ആക്ട് ഞങ്ങൾക്ക് ബാധകമല്ലത്. ആ ആക്ട് പ്രകാരം കേസ് എടുക്കാറുണ്ട്. അത് 5000 രൂപ വരെ കണ്ട് ഫൈനുണ്ട്. കഴിഞ്ഞ അരിങ്കാവ് ചെക്ക് പോസ്റ്റിന് മുമ്പിൽ വെച്ച് ഒരു ലോറി സഹിതം ഹാൻഡ്സ് പിടിച്ച് 200 രൂപ ഫൈൻ അടപ്പിച്ച് കേസ് വിടേണ്ട അവസ്ഥയാണ്. വണ്ടി വിട്ടുകൊടുക്കണം, അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല. ഇപ്പൊ അതുപോലെ നെയ്യാറ്റിൻകര ഞാൻ ഇരിക്കുമ്പോൾ ഇപ്പം ഇടയ്ക്ക് 6 മാസം ഞാൻ ഇല്ലായിരുന്നു. നെയ്യാറ്റിൻകര ഈ ഇതേപോലെ ഒരു ലോറി സാധനം പിടിച്ചിട്ട് അത് പോലീസിന് കൈമാറിയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് അവൈലബിൾ ആയ സെക്ഷൻ നിങ്ങൾ ഇടൂ, അത് ഇവിടെ എല്ലാം കൂടെ പറക്കിക്കൊണ്ട് നമുക്ക് കൊണ്ടുതരണ്ട. അത് കാരണം അത് ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും. അപ്പോൾ കോഡ്പ ആക്ടില് അതൊരു ഈ ഹാൻഡ്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹാനികരമാണ്. അതെല്ലാവർക്കും അറിയാം. അതിനിപ്പം ഞാൻ പറയുന്നത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പോലീസ്, എക്സൈസ് എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമം വേണം. അല്ലാതെ നമ്മുടെ ഈ മീറ്റിംഗിൽ വന്നിട്ട് എക്സൈസ് ഇത്ര മാത്രമേ ചെയ്തുള്ളൂ അല്ലെങ്കിൽ ഇത്ര പിടിച്ചെടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോലീസ് വകുപ്പിന് അറിയാം എത്രമാത്രം അതിനകത്തെ ദാരുണമായ ഒരു വിഷയമാണ്. തുപ്പായി, വിളപ്പുറം, വെട്ടോലിക്കടവ് നഗറുകൾ, എണ്ണശ്ശേരി, മലനടക്ഷത്ര പരിസരങ്ങൾ, പഞ്ചായത്ത് സ്റ്റേഡിയങ്ങൾ, പൊതുയിടങ്ങൾ, KSBC മദ്യവിൽപ്പന ഷോപ്പുകൾ, സ്കൂൾ കോളേജ് പരിസരങ്ങൾ, ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ രാത്രികാല നിരീക്ഷണവും മൈക്ക് അനൗൺസ്മെന്റ് മുഖേന വ്യാജമദ്യ ഉപയോഗത്തിനെതിരെയുള്ള മുന്നറിയിപ്പുകളും താലൂക്ക് പരിധിയിൽ നടത്താനും KSBC ഷോപ്പുകളിൽ നിന്നും നിയമാനുസരണമല്ലാതെ അധിക അളവിൽ മദ്യം വാങ്ങി സൂക്ഷിക്കുന്നത് പരിശോധിച്ച് നടപടി സ്വീകരിക്കാനും തീരുമാനമായി. സ്കൂൾ, കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പരിസരങ്ങളിലുള്ള കടകൾ പരിശോധിച്ച് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. വിമുക്തി, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ താലൂക്കിലെ റെസിഡൻസ് അസോസിയേഷനുകളുമായും ലൈബ്രറികളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കണം. യോഗത്തിൽ ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. സുന്ദരേശൻ, അഡ്വക്കേറ്റ് A. നൌഷാദ്, വിജയകുമാർ, പറമ്പിൽ സുബൈർ, കുന്നത്തൂർ പ്രസാദ്, ശിവൻ ഷൂർനാട്, തുണ്ടൽ നൌഷാദ്, CDPO രതീഷ്, ഷെമിത, വർഗീസ് തരകൻ, ഡെപ്യൂട്ടി തഹസിൽദാർ സലിം J, ഡോക്ടർ ഷഹാന, സനൽകുമാർ, എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അബ്ദുൽ വഹാബ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ പറഞ്ഞത് സാറേ, പള്ളിശ്ശേരി കേന്ദ്രീകരിച്ചുള്ള ഇതിന്റെ സാറ് പറഞ്ഞ ലോഡ് കണക്കിന് സാധനം അവിടെ വരുന്നു. പള്ളിശ്ശേരിക്കലാണ് ഞാൻ വളരെ വ്യക്തമായി പറയാം. ലോഡ് കണക്കിന് സാധനം സാറിന് പറയാം. ആ വ്യക്തി ഒരിക്കൽ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ അത് ആ വാക്ക് വീണ്ടും ഉപയോഗിക്കുന്നു, ഇവിടുന്ന് തന്നെ പിടിച്ച സാധനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആളാണ് അയാൾ. എക്സൈസിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളാണ്. ഈ സാധനം പിടിച്ചാൽ സാറേ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പരാതി എഴുതി ഞങ്ങളിത് പിടിക്കാൻ പോയപ്പോൾ ഞങ്ങളുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസ് കേസെടുക്കണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ യവൻ ഏറ്റവും കുറഞ്ഞത് 3 ദിവസം അകത്തിടും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.